എല്ലാവർക്കും വന്ദനം. കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽക്കുകയും അതിനോട് നന്മയാൽ പോസിറ്റീവായി പ്രതികരിച്ച് അനുഗ്രഹിക്കപ്പെടാനും കഴിഞ്ഞ ദിവസം നമ്മൾ പഠിക്കുകയായിരുന്നു. ഇന്നും ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ കേട്ട് ബലപ്പെടാൻ കർത്താവ് നിങ്ങളെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയല്ലോ. എന്നോട് ഒത്തിരി പേര് പറഞ്ഞു, പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് കേട്ടാണ് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള നിങ്ങൾ കർത്താവിൽ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിൽ രണ്ട് പക്ഷമില്ല. നിങ്ങൾ ഒരു അനുഗ്രഹമായതുകൊണ്ടാണ് നല്ല കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള തീരുമാനങ്ങളുള്ളത്. എത്രയോ പേർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മോശമായ വാർത്ത കേട്ട് മോശമായ കാര്യങ്ങൾ കണ്ട് ജീവിതം തുടങ്ങുന്നു. നല്ല കാര്യങ്ങളിലൂടെ ഒരു ദിവസം ആരംഭിപ്പാൻ, ജീസസ് എവരി ഡേയിലൂടെ ആരംഭിക്കുവാൻ നിങ്ങൾ എടുക്കുന്ന ഈ എഫർട്ടിന് കർത്താവ് പ്രതിഫലം തരും. ഗോഡ് ബ്ലസ് യു. കർത്താവിൽ നമുക്ക് ബലപ്പെടാം. ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, അതിങ്ങനെയാണ്: എ ലൈ നീഡ്സ് കമ്പനി, ദ ട്രൂത്ത് സ്റ്റാൻഡ്സ് എലോൺ. കള്ളത്തിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, ഒത്തിരി പേരുടെ സഹായം വേണം. എന്നാൽ സത്യം ഒറ്റയ്ക്ക് നിൽക്കും. അത് തന്നെയാണ് യേശുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് 3-4 കോടതികളിൽ മാറി മാറി വിസ്തരിക്കുമ്പോൾ സംഭവിച്ചത് എന്ന് ഈ സത്യത്തോട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. കള്ളം പറയുന്നവർക്ക് കുറേ കള്ളസാക്ഷികളെ വേണം. ഇവൻ മന്ദിരം പൊളിക്കാൻ പറഞ്ഞു, 3 ദിവസം കൊണ്ട് പണിയാന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കുറേ കാര്യം, മോശയ്ക്ക് ന്യായപ്രമാണത്തിന് എതിരെ സംസാരിച്ചു. ഇങ്ങനെ കള്ളസാക്ഷികൾ വന്നിട്ടും ഒത്തു വന്നില്ലെന്ന്, കള്ളത്തരം അങ്ങോട്ട് ഒക്കുന്നില്ല. ഒത്തിരി പേര് കള്ളത്തിൻ്റെ കൂടെ ഒത്തിരി പേരുണ്ട്. മഹാപുരോഹിതന്മാരുണ്ട്, ഹന്നാവുണ്ട്, കയ്യഫാവുണ്ട്, ശാസ്ത്രിമാരുണ്ട്, പരീശരുണ്ട്. അവർ കൈവശത്താക്കിയ വലിയൊരു പുരുഷാരമുണ്ട്. യേശുവിൻ്റെ കൂടെ ആരുണ്ട്? ആരുമില്ല, ഒറ്റയ്ക്ക്. പീലാത്തോസ് ചോദിക്കുകയാണ്, നീ രാജാവാണോ? ഉടനെ യേശു, അതെ, ഞാൻ രാജാവാണ്. സത്യത്തിന് സാക്ഷി നിൽക്കാൻ ഞാൻ വന്നിരിക്കുന്നു. ഞാൻ പറയുന്നത് സത്യമാണ്. എന്തൊരു ധൈര്യമാണ്, എന്തൊരു ആദർശമാണ്, എത്ര വലിയ ക്വാളിറ്റിയാണ് നമ്മുടെ കർത്താവിൻ്റേത്. സത്യത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കുവാനുള്ള തൻ്റെ ഇടം കാണിച്ച കർത്താവിൻ്റെ മക്കളാണ് നമ്മൾ. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കള്ളത്തരത്തിന് അത് സ്ഥാപിക്കാൻ വേണ്ടി കൂട്ടുപിടിക്കുന്നത് നിങ്ങളെ നശിപ്പിക്കുകയാണത്. നിങ്ങൾ യേശുവിൻ്റെ പൈതലാണെങ്കിൽ യേശുവിനെ പോലെ നിൽക്കണം, ഒറ്റയ്ക്ക് നിൽക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താഴ്ചയിൽ ന്യായം കിട്ടാതെ പോകും, ഒറ്റപ്പെട്ടു പോകും. സാരമില്ല, എന്നാൽ സത്യത്തിന് ചിറക് മുളക്കും. സത്യം കഴുകനെ പോലെ ചിറകെടുത്ത് പറക്കും. രഹസ്യത്തിൽ ചെയ്തതെല്ലാം പുരമുകളിൽ ഘോഷിക്കപ്പെടുമെന്ന്. അപ്പോൾ സത്യം ഒരിക്കലും മറഞ്ഞിരിക്കില്ല, സത്യം പുറത്തു വരും. സത്യത്തെ ക്രൂശിക്കാം, സത്യത്തെ അടിച്ചൊതുക്കാം, സത്യത്തെ കല്ലറയ്ക്കകത്ത് വെക്കാം, സത്യത്തെ കല്ലുവെച്ച്, വലിയ കല്ലുരുട്ടി വെച്ച് മറക്കാം. എന്നാലും സത്യം പുറത്തു വരും. അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ കർത്താവ്. സത്യം നിങ്ങളിലുണ്ടെങ്കിൽ, പൗലോസ് പറയുകയാണ്, നിങ്ങളെ ആരൊക്കെ സത്യം കിട്ടുക, നിവർന്നു നിൽക്കണമെന്ന് തൻ്റെ ഇടത്തോടെ. ദുർദിവസങ്ങൾ എതിർക്കാൻ സത്യസന്ധമായിട്ട് നിൽക്കണം. സത്യസന്ധതയുള്ള ഒരു വ്യക്തിയെ ലോകത്തിൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. സത്യസന്ധതയുള്ള ഒരു വ്യക്തി മറ്റുള്ളവർ കാണാൻ ഒന്നും ചെയ്യില്ല. അവരെപ്പോഴും ചെയ്യുന്നത് തന്നെ ചെയ്യും. അവർ കൂടുതലും ചെയ്യില്ല, അവർ കുറച്ചും ചെയ്യില്ല. സത്യമില്ലാത്തവരാണ്, ഇവിടെ ക്യാമറ ഉണ്ടെന്ന് കണ്ടാൽ കുറച്ച് കൂടുതൽ ജോലി ചെയ്യും, അല്ലെങ്കിലോ ഉഴപ്പിയിരിക്കും. സത്യമുള്ള വ്യക്തിക്ക് ക്യാമറ ഉണ്ടായാലും ഇല്ലെങ്കിലും, ജനങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും, ആ വ്യക്തി ചെയ്യുന്നത് മാത്രമേ ചെയ്യാൻ കഴിയൂ.
ആരോടൊക്കെയോ ദൈവം സംസാരിക്കുന്നു. നീ ചെയ്യേണ്ടത് മാത്രം ചെയ്താൽ മതി. നീ ആരെയും കാണിക്കാനൊന്നും എക്സ്ട്രാ കയറി ചെയ്യണ്ട. കൂടുതലും ചെയ്യണ്ട, കുറച്ചും ചെയ്യണ്ട. നിന്റെ മനസാക്ഷിയിൽ ദൈവം നിന്നെ ഏൽപ്പിച്ച കാര്യം നന്നായിട്ട് ചെയ്താൽ മതി. അത് ചിലപ്പോൾ ആരും കണ്ടില്ലെങ്കിലും അത് സത്യമാണ്. സത്യത്തിൻ്റെ നായകൻ കർത്താവ് അതെല്ലാം കാണുന്നുണ്ട്. ഈ ബോധ്യത്തിൽ മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. യെശയ്യാവോ, എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോടെ പറയുന്നു. എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി. കൊർന്നല്യോസിന്റെ ചരിത്രം അതല്ലേ? അബ്രഹാമിന്റെ മക്കൾ ദൈവത്തെ അന്വേഷിച്ചില്ല, യേശുവിനെ അന്വേഷിച്ചില്ല. അവർ വചനത്തിൽ നിന്ന് മാറിപ്പോയി. എന്നാൽ കൊർന്നല്യോസ് യേശുവിനെ അന്വേഷിച്ചതല്ല, വചനം അന്വേഷിച്ചതല്ല. അവൻ്റെ മനസ്സാക്ഷിയിൽ ഒരു കാര്യം അറിയാം, ഒരു ദൈവമുണ്ട്. എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഒരു ഭക്തിയില്ലേ? ഭക്തി എവിടെ നിന്നുണ്ടായത്? എല്ലാ മനുഷ്യർക്കും ഭക്തിയുണ്ട്. ആ ഭക്തി, ആ വ്യക്തി ദൈവം സൃഷ്ടിച്ചതാണെന്നുള്ളതിൻ്റെ തെളിവാണ് ആ ഭക്തി. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ഭക്തി ആദരവുണ്ട്. ചിലർ കല്ലിനോട് കാണിക്കും, ചിലർ മരത്തോട് കാണിക്കും, ചില മനുഷ്യരോട് കാണിക്കും, ചിലർ പ്രകൃതിയോട് കാണിക്കും, സൂര്യനോടും ഒക്കെ കാണിക്കും. ചിലർ മൃഗങ്ങളോട് കാണിക്കും, പട്ടിയോടും പശുവിനോടും പാമ്പിനോട് വരെയും കാണിക്കും. ഭക്തിയുണ്ട്, പക്ഷേ ഇത് എവിടെ ഉപയോഗിക്കണമെന്നറിയില്ല. ഇതാണ് ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ പ്രശ്നം. എന്നാൽ കൊർന്നല്യോസ് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവനിലുള്ള ഭക്തി അവൻ ഉപയോഗിച്ചു കൊണ്ടിരുന്നു. അവൻ കല്ലിനോടോ മണ്ണിനോടോ മരത്തോടോ ഒന്നും പ്രാർത്ഥിച്ചില്ല. അവൻ പ്രപഞ്ചത്തിൽ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു. ദൈവമേ, ഒരു ഈശ്വരൻ ഈ പ്രപഞ്ചത്തിലുണ്ടല്ലോ, എല്ലാം കാണുന്ന ഒരു ഈശ്വരൻ. വെറുതെ അല്ലല്ലോ മരങ്ങളുണ്ടായത്, വെറുതെ അല്ലല്ലോ പക്ഷികളുണ്ടായത്. എല്ലാ സൃഷ്ടികളുടെ പുറകിൽ ഒരു സൃഷ്ടാവുണ്ടല്ലോ. ഒരു ചിത്രത്തിൻ്റെ പുറകിൽ ഒരു ചിത്രകാരനുണ്ടല്ലോ. വീട്ടിൽ വെക്കുന്ന ഒരു കറി വെറുതെ ഉണ്ടായി വരുന്നില്ലല്ലോ. അതിൻ്റെ പുറകിൽ ഒരു വീട്ടമ്മയുണ്ടല്ലോ. ഒരു വീടുണ്ടാക്കിയതിൻ്റെ പുറകിൽ ഒരു എഞ്ചിനീയറിൻ്റെ പ്ലാൻ ഉണ്ടല്ലോ. ഒത്തിരി പേര് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചല്ലോ. എല്ലാ നല്ലതിൻ്റെയും പുറകിൽ, എല്ലാ നിലനിൽക്കുന്നതിൻ്റെ പുറകിലും ഒരു സൃഷ്ടികർത്താവുണ്ടെങ്കിൽ ഈ കാണുന്ന പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടല്ലോ എന്ന ചിന്താഗതിയിൽ കൊർന്നല്യോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു സൃഷ്ടാവുണ്ടെങ്കിൽ ഉണ്ട്, ആ സൃഷ്ടാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ആ പൗലോസ് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒത്തിരി വിഗ്രഹങ്ങൾ അവിടെയുണ്ട്. എന്നാൽ ഒരു സ്ഥലത്ത് ഒരു കല്ല് വെച്ചിട്ട് അജ്ഞാത ദേവനെന്ന്, ഇനി ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തൊരു ദൈവം ഉണ്ടെങ്കിൽ ആ ദേവൻ. പൗലോസ് പറഞ്ഞു, നിങ്ങൾ അജ്ഞാത ദേവനെന്ന് പറഞ്ഞ ഈ ദേവനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ളത്. അജ്ഞാത ദേവൻ. അപ്പോൾ കൊർന്നല്യോസിന്റെ അജ്ഞാത ദേവൻ കൊർന്നല്യോസിന് പ്രത്യക്ഷനായി. ആദ്യം വന്നത് അജ്ഞാത ദേവന്റെ ഒരു ദൂതൻ. നീ യോപ്പയിലേക്ക് ആളെ അയച്ച് പത്രോസ് എന്ന് പേരുള്ള ശീമോനെ വരുത്തുക, അവൻ തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ ഈ വാക്യങ്ങളെല്ലാം കാണാം. അങ്ങനെ കൊർന്നല്യോസ് 3 പേരെ, ഭക്തിയുള്ള 3 പേരെ അയച്ചു. ആ സമയത്ത് പത്രോസ് ഒരു ദർശനം കണ്ടു. ജാതികളുടെ അടുക്കലേക്ക് പോയി അവരെയും അംഗീകരിക്കുക എന്ന ഒരു ദർശനം. അത് 3 പ്രാവശ്യം ഉണ്ടായപ്പോൾ ഇതെന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ കൊർന്നല്യോസ് അയച്ച 3 പേര് അവിടെ വരികയാണ്. അങ്ങനെ പരിശുദ്ധാത്മാ പറഞ്ഞ വന്നവരുടെ കൂടെ പോവുക. കൊർന്നല്യോസിന്റെ വീട്ടിൽ ആൾക്കാർ കാത്തിരിക്കുകയാണ്. പത്രോസ് വരുമെന്നവർക്ക് ഉറപ്പാണ്. കാരണം ദൂതൻ പറഞ്ഞതാണ്. ഇവർക്ക് അഡ്രസ്സ് മാത്രമേ ഉള്ളൂ.
അവരത് വിശ്വസിച്ചു, കാത്തിരിക്കുകയാണ്. വീട് നിറച്ചാള, ബന്ധുക്കള്, ചാർച്ചക്കാര്, കൂടെ പഠിച്ചവര്, ജോലിക്കാര്, സ്റ്റാഫ്, കീഴുദ്യോഗസ്ഥന്മാർ എല്ലാം കൊണ്ട് കൊർന്നല്യോസിൻ്റെ ആ വലിയ ബംഗ്ലാവ് നിറഞ്ഞിരിക്കുകയാണ്. പത്രോസ് ചെന്നപ്പോൾ കൊർന്നല്യോസ് ഓടി വന്ന് കാൽക്കൽ വീണു. പത്രോസ് എഴുന്നേൽപ്പിച്ചു. നമ്മളെല്ലാം തുല്യരാണ്, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. കാര്യങ്ങൾ തിരക്കി. കൊർന്നല്യോസ് കാര്യം പറഞ്ഞു, പത്രോസും കാര്യം പറഞ്ഞു. യേശുവിനെക്കുറിച്ച് 10-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം മുതൽ പ്രസംഗിക്കാൻ തുടങ്ങി. നസ്രേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാൽ അഭിഷേകം ചെയ്തു. അവൻ നന്മ ചെയ്തു, ഭൂതങ്ങളെ പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടവരെല്ലാവരിലും വചനം വന്ന് കയറി. കേട്ടവരെല്ലാം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. പെന്തക്കോസ് നാളിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ ആ ഇരുന്ന ജനങ്ങളെ നിറച്ച അതേപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് കൊടിയ കാറ്റും കൊടിയ മുഴക്കവും എല്ലാം അതേ നിലവാരത്തിൽ, ഒന്നുകൂടി പറഞ്ഞാൽ അതേ സ്വർഗീയമായ ആഡംബരത്തോടുകൂടി പരിശുദ്ധാത്മാവ് യഹൂദന്മാരുടെ ഇടയിൽ ഇറങ്ങിയതുപോലെ തന്നെ ജാതികളുടെ ഇടയിലും ഇറങ്ങി. ഇപ്പൊ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവർ രണ്ടാം കുടിയിലുള്ളതല്ല, ദൈവത്തിന് പ്രിയർ തന്നെയാണ്. അങ്ങനെ കൊർന്നല്യോസിന്റെ വീട്ടിൽ ആരംഭിച്ച ആ ജാതികളിൽ നിന്ന് വന്ന സഭ വളർന്ന് 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 ലോകം മുഴുവൻ വ്യാപരിച്ച് ഇന്ന് നൈജീരിയയിലെ ഒരു ചർച്ച് തന്നെ 45 ലക്ഷത്തിലധികമുണ്ട്. ദ റിഡീം ചർച്ച്, ഈനോക്കഡീപോ എന്ന ദൈവദാസന്റെ ചർച്ച്, ഡേവിഡ് ഓയിഡിപ്പോ എന്ന ദൈവദാസന്റെ ചർച്ച് 1.25 ലക്ഷം പേര് കൂടുന്ന ഒരു സ്റ്റേഡിയം ചർച്ച. അവർക്ക് പല ആരാധനയാണ് അവിടെയുള്ളത്. പഞ്ചാബിൽ 1 ലക്ഷം പേര് കൂടുന്ന പല കൂട്ടായ്മകളായി. സൗത്ത് അമേരിക്കയിൽ ലക്ഷങ്ങൾ കൂടുന്ന കൂട്ടായ്മ, കൊറിയയിൽ ലക്ഷങ്ങൾ കൂടുന്ന കൂട്ടായ്മ. എന്നാൽ ഇസ്രായേലിൽ ചെല്ലുമ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ ഏറ്റവും കൂടിയാൽ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, 5000 പേരുള്ളൊരു ചർച്ച്. ഇത്രയേ ഉള്ളൂ. അതായത് കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസിനാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സഭ ആർത്ത് വളർന്ന് ലോക രാജ്യങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, പാപത്തെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളിവിടെ വായിച്ചത്. യെശയ്യാവ്, എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോടെ പറയും. ചോദിക്കാത്തവർക്ക്. അപ്പം ഈ ദിവസങ്ങളിൽ അന്വേഷിക്കാത്തവരും ചോദിക്കാത്തവരുമൊക്കെ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, അവരങ്ങേ അന്വേഷിക്കുന്നില്ല, അങ്ങേ ചോദിക്കാത്തവരുമാണ്. അവരുടെ മുറിയിൽ കൊർന്നല്യോസിന്റെ വീട്ടിൽ ഇറങ്ങിയതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ അരികിൽ, എൻ്റെ മക്കളുടെ അരികിൽ, എൻ്റെ ഭാര്യയുടെ അരികിൽ ഇറങ്ങണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡിൻ്റെ പ്രസിഡന്റ് വി.എ. തമ്പിച്ചായൻ്റെ ഭാര്യ മറിയാമാൻറ്റി പറഞ്ഞു, മോനെ ജോഷി, കഴിഞ്ഞ ഒരു സമയം ഒരു രാത്രി മാത്രം ഇറാനിൽ 17,000 പേർക്ക് കർത്താവ് ഒരുമിച്ച് പ്രത്യക്ഷനായി, ഒരേ രാത്രിയിൽ. കാരണം അവിടെ സുവിശേഷം അറിയിക്കാൻ ആരുമില്ല. ഇന്ന് ഇറാനിലും ഇറാഖിലും കൂട്ടമായിട്ട് ജനങ്ങൾ രക്ഷിക്കപ്പെടുകയാണ്. അന്ധവിശ്വാസത്തിലും തീവ്രവാദത്തിലും കഴിഞ്ഞവർ സ്വസ്ഥതയില്ലാതെ യേശുവിലേക്ക് തിരിഞ്ഞ് സമാധാനം കൊണ്ട് നിറയുന്ന ഈ കാലത്ത് അന്വേഷിക്കാത്തവർക്ക് ഇത് കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കണം. ദൈവത്തെ ചോദിക്കാത്തവരും ദൈവത്തെ അന്വേഷിക്കാത്തവരും നമ്മുടെ കൂട്ടുകാരും ബന്ധുക്കളും അയൽവാസികളും നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെയാണ്. അവർക്ക് യേശു പ്രത്യക്ഷനാകട്ടെ, ദൈവദൂതൻ അവിടെ ഇറങ്ങിച്ചെല്ലട്ടെ, വലിയ ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അത് നടക്കുമെന്നേ നമ്മൾ ആത്മാർത്ഥമായി ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചാൽ അവരുടെ മാറ്റങ്ങൾ കാണാൻ കർത്താവ് നമ്മെ സഹായിക്കും. കർത്താവിന് ഒന്നും അസാധ്യമല്ല. ഒരു അവസരമുണ്ടാകും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു
എറണാകുളത്ത് ഒരു ചർച്ചിൽ പ്രസംഗിച്ചിട്ട് തിരിച്ചു വരാൻ നേരത്ത് ആ ചർച്ചിലുള്ളവർ പറഞ്ഞു, പാസ്റ്റർ ഒറ്റക്ക് വണ്ടി ഓടിച്ച് ആലപ്പുഴ വരെയും പോകണ്ട, കോരിച്ചൊരിയുന്ന മഴയാണ്. അപ്പം ഞാൻ വിദേശത്തുനിന്ന് വന്നതിൻ്റെ ഒരു ജെറ്റ് ലാഗൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ആലപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബ്രദർ നമ്മുടെ കൂടെയുണ്ട്, അദ്ദേഹം വണ്ടി ഓടിച്ചോളൂ. അങ്ങനെ അദ്ദേഹം വണ്ടി ഓടിച്ചു. ഞാൻ വണ്ടിയിൽ വെറുതെ ഇരുന്നു. വരുന്ന വഴിക്ക് ബ്രദർ ഏതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ, പാസ്റ്റേ, വർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്ററിനെ എനിക്കറിയാം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിരുന്നു പാസ്റ്റർ താമസിച്ചിരുന്നത്. എന്നാൽ പാസ്റ്ററെ കാണുമ്പോൾ ഞാൻ മാറിക്കളയും. കാരണം സുവിശേഷം പറഞ്ഞ് നിങ്ങളുടെ പെന്തിക്കോസിലോട്ട് കൊണ്ടുപോയാലോ, അതുകൊണ്ട് മാറിക്കളയും. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ ഈ കാണുന്നവരും നടക്കുമ്പോൾ കാണുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളിലും പരാജയങ്ങളുണ്ടായി. 8 നിലയിലൊക്കെ പൊട്ടിയതുപോലെ പല വിഷയങ്ങളുണ്ടായി. ആ സമയത്ത് ആ മനുഷ്യന് ഒരു പ്രാർത്ഥനയ്ക്ക് പോകാൻ തോന്നലുണ്ടായി. മറ്റൊരു ചർച്ചിൻ്റെ കൺവെൻഷന് പോയി. ഇന്ന് ആ ചർച്ചിലെ ഒരു ശുശ്രൂഷകൻ കൂടെയാണ്. അതാണ് കർത്താവ്. നമ്മൾ കാണുന്നവരും ഇന്ന് നമ്മളോട് വിരോധിച്ച് നടക്കുന്നവരും നമുക്ക് അനുകൂലമല്ലാത്തവരും അവരെല്ലാം തിരിയുന്നൊരു സീസൺ വരുമെന്നേ ധൈര്യമായി വിശ്വസിക്കും. കർത്താവ് അത് ചെയ്യും. എന്നോട് വിരോധമുള്ള, എന്നെ കണ്ടാൽ മാറിപ്പോകുന്ന, എൻ്റെ വീടിൻ്റെ അടുത്ത് പാർത്തിരുന്നയാൾ എൻ്റെ വണ്ടി ഓടിച്ച് എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയില്ലേ? അതൊക്കെയാണ്. സമയമാകുമ്പോൾ ഇതൊക്കെ നടക്കും. കർത്താവ് വിശ്വസ്തനാണ്. ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസിക്കുന്ന സത്യത്തിന് വേണ്ടി ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് കേട്ട വചനം പോലെ മറ്റുള്ളവരെ നേടുവാൻ, മറ്റുള്ളവർക്ക് ഒരു വിടുതലാകാൻ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു, ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ കരം അവരോട് കൂടി ഇരിക്കണമേ. ഇന്നിത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ആത്മാക്കളെ നേടുവാൻ, ചുറ്റുവട്ടത്തുള്ളവരെ നേടുവാൻ, അന്വേഷിക്കാത്ത ജനങ്ങൾ, അങ്ങയെ അറിയാത്ത ജനങ്ങളുണ്ട്, അവർക്ക് അങ്ങ് പ്രത്യക്ഷനാകുവാനും ഈ തരുണത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും വീണ്ടും ജനിക്കാത്ത, രക്ഷിക്കപ്പെടാത്ത ബന്ധുക്കൾ രക്ഷിക്കപ്പെടുവാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഇവരോട് ചേർന്ന് പ്രാർത്ഥിക്കും. വേഗത്തിൽ കുടുംബമായി ദൈവസന്നിധിയിൽ വരട്ടെ. വൈകി വരുന്നവരെല്ലാം കൂടുതൽ തീഷ്ണതയും ദൈവസ്നേഹമുള്ളവരായി അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ആദ്യം വന്നവരേക്കാൾ വൈകി വരുന്നവർ കൂടുതൽ പ്രയോജനപ്പെടുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഏറ്റവും എതിർപ്പുള്ളവർ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ശൗല് പൗലോസായി മാറിയതുപോലെ ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ ഇവരുടെ കുടുംബങ്ങളിലും കേൾക്കുന്നവരുടെ വീടുകളിലും സംഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഈ പ്രാർത്ഥനകൾക്ക് അങ്ങനെ തന്നെയാണ് റിസൾട്ട് വരുന്നത്. നമുക്ക് വിശ്വസിക്കാം. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാൻ കർത്താവ് കൃപ നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലെയൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. സ്വർഗസുഖപീഠം വെടിഞ്ഞു എന്നെ തേടി വന്നവനെ, തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞു തന്നെത്താൻ താഴ്ത്തിയോനെ, സ്വർഗസുഖപീഠം വെടിഞ്ഞു എന്നെ തേടി വന്നവനെ, തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞു തന്നെത്താൻ താഴ്ത്തിയോനെ. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണും നിന്നെ, തേജസ്സിന്റെ പൂർണ്ണനായി
എന്റെ താതന്റെ മാർവിടമേ. കുഞ്ഞാട് നീ അറുക്കപ്പെട്ടു, തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി. രാജകീയ പുരോഹിതനാ മഹാകരുണയ തിരഞ്ഞെടുത്തു. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി. രാജകീയ പുരോഹിതനാ മഹാകരുണയ തിരഞ്ഞെടുത്തു. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, രാജാധിരാജനായി. ഓ, ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, കർത്താദി കർത്താവായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, രാജാധിരാജനായി. ഓ, ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, കർത്താദി കർത്താവായി. ഇതുപോലെ ഇതുപോലെയുള്ളൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലെയുള്ളൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. ഇതുപോലെയുള്ളൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലെയുള്ളൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിൻ തേജസ്സിന്റെ പൂർണ്ണനായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, സ്തുതികൾക്കു യോഗ്യനായ. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, തേജസ്സിന്റെ പൂർണ്ണനായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, സ്തുതികൾക്കു യോഗ്യ. ഓ, ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ രാജാധിരാജൻ രാജാധിരാജനായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, കർത്താദി കർത്താവാ. ഓ, ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, രാജാധിരാജനായി.
ഇതുപോലെയുള്ളൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലെയുള്ളൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ. ഇതുപോലെയുള്ളൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ.